നമസ്കാരം സുഹൃത്തുക്കളെ. ചിരിയും ചിന്തയും ബാക്കിയാക്കി ശ്രീനിവാസൻ മടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ശൂന്യത ബാക്കി വെച്ച് മലയാള സിനിമയുടെ ഇതിഹാസം ശ്രീനിവാസൻ വിടവാങ്ങിയിരിക്കുന്നു. ഇന്ന് ഡിസംബർ 20 ശനിയാഴ്ച പുലർച്ചെ കൊച്ചിയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഈ വേർപാട് കേവലം ഒരു നടൻ്റെയോ തിരക്കഥാകൃത്തിൻ്റെയോ നഷ്ടമല്ല, മറിച്ച് മലയാളി തൻ്റെ ജീവിതത്തെയും ദൗർബല്യങ്ങളെയും സ്വയം കളിയാക്കി പഠിച്ച ഒരു വലിയ പാഠപുസ്തകത്തിൻ്റെ അവസാനമാണ്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ശ്രീനിവാസൻ കഥാപാത്രമായി മാറിയിട്ടുണ്ട്. തോൽവികളിൽ പതറാതെ നിൽക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിലെ അപകർഷതാബോധത്തെ ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ശ്രീനിവാസൻ നമുക്ക് മുന്നിൽ ഒരു കണ്ണാടിയായി തന്നെ നിന്നു. അമിതമായ ഗൗരവമില്ലാതെ ലളിതമായ നർമ്മത്തിലൂടെ ജീവിതത്തിലെ വലിയ സത്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. ശ്രീനിവാസൻ എന്ന കലാകാരനെ എങ്ങനെയാണ് നാം വിശേഷിപ്പിക്കേണ്ടത്? അദ്ദേഹത്തെ വെറുമൊരു കൊമേഡിയൻ എന്ന് വിളിച്ചാൽ അതൊരു വലിയൊരു അപരാധമായിരിക്കും. തൻ്റെ തൂലിക കൊണ്ട് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതിയെ ഇത്രത്തോളം കൃത്യമായി ശസ്ത്രക്രിയ ചെയ്ത മറ്റൊരു തിരക്കഥാകൃത്ത് മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ്. സന്ദേശം എന്ന മലയാള ചലച്ചിത്രം തന്നെ എടുത്താൽ അതിലെ രാഷ്ട്രീയക്കാരിലെ പൊള്ളത്തരങ്ങളെയും അന്ധമായ പാർട്ടി ഭക്തിയെയും പരിഹസിച്ച ഈ ഒരു ചിത്രം ഇന്നും വളരെ പ്രസക്തമാണ്. പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന ഡയലോഗ് ഇന്നും നമ്മുടെ ട്രോളുകളിലും രാഷ്ട്രീയ ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുകയാണ്. അധികാരത്തിനു വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ പോരടിക്കുന്ന ആ വിരോധാഭാസം എത്ര മനോഹരമായാണ് അദ്ദേഹം വരച്ചു കാട്ടിയത്. നാടോടിക്കാറ്റ് എന്ന സിനിമ എടുക്കുകയാണെങ്കിൽ തൊഴിലില്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നടുവിൽ നിൽക്കുമ്പോഴും മലയാളികൾക്ക് സ്വപ്നം കാണാൻ ദാസനും വിജയനും ഒരു തുണയായി. തമിഴ്നാട്ടിലെ ഒരു കടൽ തീരത്ത് ഇറങ്ങി അത് ദുബായി ആണെന്ന് വിശ്വസിക്കുന്ന ആ നിഷ്കളങ്കത മലയാളിയുടെ നിസ്സഹായ അവസ്ഥയുടെ നേർചിത്രമായിരുന്നു. വരവേൽപ്പ് എന്ന ചിത്രം എടുക്കുകയാണെങ്കിൽ ഗൾഫിൽ നിന്ന് സമ്പാദ്യവുമായി നാട്ടിലെത്തി ഒരു സംരംഭം തുടങ്ങാൻ ശ്രമിക്കുന്ന മലയാളി നേരിടുന്ന ചുവപ്പ് നാടകളും യൂണിയൻ രാഷ്ട്രീയവും അദ്ദേഹം പച്ചയായി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടുകളെ ഇത്രത്തോളം സത്യസന്ധമായി സമീപിച്ച മറ്റൊരു എഴുത്തുകാരൻ വിരളമാണ്. സിനിമയിലെ നായക സങ്കല്പങ്ങളെ ശ്രീനിവാസൻ അടിമുടി തിരുത്തിക്കുറിച്ചു. ചുവന്ന ചുണ്ടുകളും വെളുത്ത നിറവുമുള്ള നായകന്മാർക്കിടയിൽ തൻ്റെ ശാരീരികമായ പരിമിതികളെ പോലും അഭിനയത്തിനുള്ള ആയുധമാക്കിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. വടക്കുനോക്കി എന്ന തൻ്റെ ചിത്രത്തിൽ അപകർഷതാബോധം ഒരു മനുഷ്യനെ എങ്ങനെയെല്ലാം വേട്ടയാടുമെന്ന് തളത്തിൽ ദിനേശനിലൂടെ അദ്ദേഹം കാട്ടിത്തന്നു. കണ്ണാടിക്ക് മുന്നിൽ സ്വയം വിരൂപനാണെന്ന് കരുതി പോസ് ചെയ്യുന്ന ദിനേശൻ ഇന്നും മലയാളിയുടെ ഉള്ളിലെ ഒരു വിങ്ങലാണ്. തലയണ മന്ത്രം പോലുള്ള ചിത്രത്തിൽ അമിതമായ ആഗ്രഹങ്ങളും പൊങ്ങച്ചവും ഒരു സാധാരണ കുടുംബത്തിൻ്റെ സമാധാനം എങ്ങനെ തകർക്കുന്നു എന്ന് സുകുമാരൻ എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം പഠിപ്പിച്ചു തന്നു. സൗന്ദര്യമല്ല, മറിച്ച് സൂക്ഷ്മമായ നിരീക്ഷണവും ബുദ്ധിയുമാണ് കലയുടെ കാതൽ എന്ന് അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രം മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലാണ്. ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താവിനെ നന്നാക്കാൻ കാത്തിരിക്കുന്ന ഒരു ഭാര്യയുടെ കഥയല്ലാതെ, മറിച്ച് കുടുംബത്തിൻ്റെ ഭാരം സ്വയം ചുമലിലെത്തുന്ന ഒരു സ്ത്രീയുടെ പോരാട്ടമാണ്. ക്ഷേത്രത്തിൽ പോയാൽ എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുന്ന ഭർത്താവിനെ തിരുത്തുന്ന ശ്യാമള ശ്രീനിവാസൻ്റെ യുക്തിചിന്തയുടെയും പുരോഗമനപരമായ കാഴ്ചപ്പാടിൻ്റെയും അടയാളമാണ്. പുരസ്കാരങ്ങൾക്കപ്പുറം ജനമനസ്സുകളിൽ ആ ചിത്രം എന്നും ജീവിക്കുന്നു. മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ട് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും ഐതിഹാസികമായ കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ. അവരുടെ കെമിസ്ട്രി കേവലം തമാശകളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. മോഹൻലാലിൻ്റെ സ്വാഭാവിക അഭിനയത്തിന് കരുത്തുറ്റ തിരക്കഥകൾ നൽകാനായിട്ട് ശ്രീനിവാസന് സാധിച്ചിട്ടുണ്ട്. ടി ബാലഗോപാലൻ MA, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, മിഥുനം തുടങ്ങിയ ചിത്രങ്ങൾ ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉണ്ടാക്കുന്നത് ആ സൗഹൃദത്തിൻ്റെ ആഴം കൊണ്ടാണ്. ഓഫ് സ്ക്രീനിലും അവർ തമ്മിലുണ്ടായിരുന്ന തമാശകളും പിണക്കങ്ങളും ഇണക്കങ്ങളും മലയാളികൾ എന്നും കൗതുകത്തോടെയാണ് കേട്ടിരുന്നത്. ജീവിതത്തിലെ ലാളിത്യവും നിലപാടുകളും നോക്കുകയാണെങ്കിൽ കണ്ണൂരിലെ പട്യം എന്ന ഗ്രാമത്തിൽ നിന്ന്
ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് യാത്ര തിരിച്ച ആ യുവാവ് അവസാന നിമിഷം വരെ ലാളിത്യം കൈവിട്ടില്ല. അസുഖബാധിതനായിരുന്ന കാലത്ത് പോലും തൻ്റെ ശാരീരിക അവശതകളെ തമാശയായി കണ്ടു ചിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കൃഷിയിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും പ്രകൃതിയോടുള്ള സ്നേഹവും നമുക്കേവർക്കും മാതൃകയാണ്. മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അച്ഛൻ്റെ പാത പിന്തുടർന്ന് സിനിമയിൽ സജീവമാണ്. എങ്കിലും ശ്രീനിവാസൻ എന്ന വ്യക്തിയുടെ ആ മനോഹരമായ ആക്ഷേപഹാസ്യ ശൈലി പകരം വയ്ക്കാനായിട്ട് ഇനിയൊരാൾ ഉണ്ടാവുക അസാധ്യമാണ്. പ്രിയപ്പെട്ട ശ്രീനിയേട്ട, താങ്കൾ ഞങ്ങളെ ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു, ചിലപ്പോഴൊക്കെ കണ്ണു നനയിച്ചു. ദാസനായും വിജയനായും ക്യൂബൻ മുകുന്ദനായും തളത്തിൽ ദിനേശനായും താങ്കൾ ഇനിയും ഞങ്ങളുടെ സ്ക്രീനുകളിൽ തെളിയും. താങ്കൾ ബാക്കി വെച്ചു പോയ ആ മനോഹരമായ ചലച്ചിത്രങ്ങൾ ഉള്ളിടത്തോളം കാലം മലയാളി താങ്കളെ മറക്കില്ല. വാക്കുകൾ കൊണ്ട് അളക്കാൻ കഴിയാത്ത ആ ഒരു വലിയ കലാകാരന് ഹൃദയത്തിൽ തൊട്ട ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.